ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 1979 1980 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Who is authorized to decide over a dispute regarding disqualification of a member of parliament? അതായത് പാർലമെന്റിലെ ഒരു മെമ്പറിന്റെ ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ആരാണ് ഓതറൈസ് ചെയ്തിരിക്കുന്നത്? അതായത് ഒരു മെമ്പറിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു, ക്വാളിഫിക്കേഷൻ ഇതാക്കി. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്പീക്കർ ഓഫ് ദി ലോക്സഭ. ഇവർ ആൻസർ കൊടുത്തിരിക്കുന്നത് സ്പീക്കർ ഓഫ് ലോക്സഭ എന്നാണ്. അതായത് ശരിക്കും ഇതിനൊരു എക്സ്പ്ലനേഷൻ വരുന്നത് എനി ഡിസ്പ്യൂട്ട് അബൌട്ട് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ മെമ്പർ ഓഫ് പാർലമെന്റ്, ഡിസ്ക്വാളിഫൈ ചെയ്യുവാണ് പാർലമെന്റ് ഒരു മെമ്പർ എങ്കിൽ ശരിക്കും പ്രസിഡന്റ് എന്നാണ്. ദ പ്രസിഡന്റ് ടേക്സ് എ ഡിസിഷൻ ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷന്റെ അഡ്വൈസിൽ എടുക്കും. ആൻഡ് ദ ഡിസിഷൻ ഈസ് മെയ്ഡ് ഫൈനൽ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ആർട്ടിക്കിൾ 103. 103ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം ബാക്കി ഫൈനൽ ഡിസിഷൻ എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ in case of disqualification on the grounds of defection, defection എന്ന് പറഞ്ഞാൽ എന്താ? കൂറുമാറ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്പീക്കറോ അല്ലെങ്കിൽ രാജ്യസഭയുടെ ചെയർമാനോ ആകാം എന്നാണ് പറയുന്നത്. ഇവർ ആൻസർ കൊടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് 1979 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ചിലപ്പോൾ അതൊരു ഡിലീറ്റ് ചെയ്ത് ആയിരിക്കാം. അപ്പൊ ഡിഫെക്ഷന്റെ പേരിലാണെങ്കിൽ കൂറുമാറ്റമായിട്ടുള്ള ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നെങ്കിൽ ലോക്സഭയാണെങ്കിൽ സ്പീക്കർ, രാജ്യസഭയാണെങ്കിൽ ചെയർമാൻ ഓർ ദ ചെയർമാൻ ഓർ രാജ്യസഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 103 ആണ് ഇവിടെ വരുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ മെമ്പർ ഓഫ് എ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാ? 103 ആണ്. അതും ഓർത്തിരിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ഇന്ത്യ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാസ് നോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി, വെസ്റ്റ് ബംഗാൾ ആണ്. അതായത് വെസ്റ്റ് ബംഗാളിലും എന്തില്ല? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. നിലവിൽ ഇന്ത്യയിൽ 6 സ്റ്റേറ്റ്സിനാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്. അതായത് ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, ഉത്തർപ്രദേശ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ആരൊക്കെ വരും? കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഇത് മൂന്നിനും വരും. ഇത് കൂടാതെ ബീഹാർ, വലിയ വലിയ സ്റ്റേറ്റ്സ് ആണ്. നമുക്കറിയാം ബീഹാർ, ഉത്തർപ്രദേശ് ഒക്കെ വലിയ വലിയ സ്റ്റേറ്റ്സ് ആ. പിന്നെ മഹാരാഷ്ട്ര. സൗത്തിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാനയാണ് വരുന്നത്. അപ്പൊ അന്നത്തെ ഒരു ആൻസർ കീ വെസ്റ്റ് ബംഗാൾ എന്തായാലും ഇല്ല, ഇപ്പൊ തമിഴ്നാടും ഇല്ല. അന്നത്തെ ഒരു ആൻസർ കീ വെച്ചവര് വെസ്റ്റ് ബംഗാൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ കാര്യം പഠിക്കാം. നിലവിലെ 6 സ്റ്റേറ്റ്സിനകത്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, ഉത്തർപ്രദേശ്. ഓക്കെ, the most controversial provision in the 42nd Constitution Amendment. ഇതിനകത്ത് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിവാദപരമായിട്ടുള്ള പ്രൊവിഷൻ ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രൈമസി ടു ദ ഡയറക്ടറി പ്രിൻസിപ്പിൾ ഓവർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാളും ഡയറക്ടറി പ്രിൻസിപ്പിൾസ് പ്രൈമസി കൊടുക്കുന്നത്. ഓക്കെ, ഇത് UPSC ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ഡെപ്തിലാണ് ചോദിക്കുന്നത്. പക്ഷെ 42nd Constitution Amendment PSC നന്നായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ്. the case of dispute in the presidential election, നമ്മുടെ പ്രസിഡന്റിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സുപ്രീം കോർട്ടാണ്. അതാരാണ്? സുപ്രീം കോർട്ടാണ്. ഇത് ചോദിച്ചിട്ട് ഉള്ളതാണ്. അത് ആർട്ടിക്കിൾ 71 ആട്ടോ, അതും ഓർത്തിരിക്കാം. ആർട്ടിക്കിൾസും ഓർത്തിരിക്കാം. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 71 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, all doubts and disputes arising out of or in the connection with the election of president or vice president, പ്രസിഡന്റ് ആയിക്കോട്ടെ വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ ആരുവാണെങ്കിലും അവരുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളോ വരികയാണെങ്കിൽ അത് ഇൻക്വയറി ചെയ്യുന്നതും ഡിസൈഡ് ചെയ്യുന്നതും തീരുമാനിക്കുന്നതും അന്വേഷിക്കുന്നതും ആരാണ്? നമ്മുടെ സുപ്രീം കോടതിയാണ്. ആർട്ടിക്കിൾ 71 ആണ് വരുന്നത്. ആർട്ടിക്കിൾസും ഓർത്തിരിക്കാം. പഞ്ചായത്ത് രാജ് അഡ്മിനിസ്ട്രേഷൻ പ്രൈമറിലി എന്തിനാണ്? അവരുടെ മെയിൻ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് പഞ്ചായത്ത് രാജിന്റെ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടു എറൗസ് ഇൻ ദ പീപ്പിൾ ഓഫ് ഈച്ച് ഏരിയ ഇന്റൻസീവ് ആൻഡ് കണ്ടിന്യൂസ് ഇൻട്രസ്റ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇത്. അതായത് നമുക്കറിയാം പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് പ്രൈമറിലി അത് എന്താണ്? ഡീസെൻട്രലൈസിംഗ് പവർ ആൻഡ് പ്രൊമോട്ടിംഗ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ റൂറൽ ഏരിയാസ് ആണ് വരുന്നത്. ഓക്കെ, പഞ്ചായത്ത് രാജ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1950 ആൻഡ് ഓപ്പറേറ്റ്സ് അറ്റ്. എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്തത്? നമുക്കറിയാം വില്ലേജ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ.
ഓക്കെ, നമുക്കത് ഓർത്തിരിക്കണം. PSC ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വില്ലേജ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ്. Which of the following state has no പഞ്ചായത്ത് രാജ് സെറ്റപ്പ്? പഞ്ചായത്ത് രാജ് സെറ്റപ്പ് ഇല്ലാത്തൊരു സ്റ്റേറ്റ് ഇതിനകത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നാഗാലാൻഡ് ആണ്. എവിടേക്കാ ഇല്ലാത്തത്? കറന്റ്ലി ഇത് പഞ്ചായത്ത് രാജ് സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ഓൾ സ്റ്റേറ്റ് എക്സെപ്റ്റ് ഏതൊക്കെയാണ്? നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. മേഘാലയ, മിസോറാം, നാഗാലാൻഡ്. ഇതിനകത്ത് നാഗാലാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം നിലവിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇല്ല. ഓർത്തിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. In which case a joint session of the Lok Sabha and Rajya Sabha is convened by the president? ഇതിനകത്ത് ഏത് കേസിലാണ് രാജ്യസഭയുടെയും ലോകസഭയുടെയും ഒരു ജോയിന്റ് സെഷൻ പ്രസിഡന്റ് വിളിച്ചു ചേർക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. If after a bill has been passed by one house and transmitted to the other house, the bill is rejected by the other house. ഇപ്പൊ ഒരു ഹൗസിനകത്ത് ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഒരു ഹൗസ് ബില്ല് പാസ് ചെയ്തു, എന്നിട്ട് അവർ അടുത്ത ഹൗസിലേക്ക് അത് അയച്ചു. പക്ഷെ അവരത് റിജക്ട് ചെയ്യുവാണ്. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമുക്കവിടെ ഈ പ്രസിഡന്റ് ആണ് വിളിക്കുന്നത്. ജോയിന്റ് സെഷൻ വിളിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ജോയിന്റ് സെഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച്. അപ്പൊ ഒരു ഹൗസിൽ അവർ പാസ് ചെയ്തു, പക്ഷെ അടുത്ത ഹൗസിലേക്ക് അയച്ചപ്പോൾ അവരത് റിജക്ട് ചെയ്തു. അപ്പോഴാണ് ജോയിന്റ് സെഷൻ കൂടുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞു. സംയുക്ത സമ്മേളനം, ദാറ്റ് ഇസ് ജോയിന്റ് സെഷൻ വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്, പ്രസിഡന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്? ഇത് ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ ആരാണ്? സംയുക്ത സമ്മേളനത്തിൽ സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നു. ലോക്സഭയുടെ സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. സ്പീക്കറുടെ അഭാവത്തിലാണെങ്കിൽ ഏതാണ്? ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ അധ്യക്ഷത വഹിക്കും. അദ്ദേഹവും ഇല്ലെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും സമ്മേളനം നിയന്ത്രിക്കുക. അപ്പൊ ഓർത്തിരിക്കുക, ജനറലി ചോദിക്കുന്നത് എന്താണ്? ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ് അതിന്റെ അധ്യക്ഷത? ഒന്നെങ്കിൽ ലോക്സഭയുടെ സ്പീക്കർ ആയിരിക്കും, ഇനി അദ്ദേഹം ഇല്ലെങ്കിൽ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും, ഇനി അദ്ദേഹവും ഇല്ലെങ്കിൽ ആരായിരിക്കും? രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും. ഓർത്തിരിക്കുക കേട്ടോ. മുകളിൽ സൂചിപ്പിച്ച ആളുകളിൽ ആരെങ്കിലും ലഭ്യമല്ലെങ്കിൽ ഇരു സഭകളുടെയും സമവായത്തിലൂടെ ഏതൊരു പാർലമെന്റ് അംഗത്തിനും യോഗത്തിൽ അധ്യക്ഷത വഹിക്കാം. ഇനി എന്താണ്? നമ്മുടെ ലോക്സഭയുടെ സ്പീക്കർ ഇല്ല, ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനും ഇല്ലെങ്കിൽ ഈ രണ്ട് ഹൗസും, കാരണം ജോയിന്റ് സെഷൻ ആണ്, ഇവർക്ക് രണ്ടുപേർക്കും കൂടെ തീരുമാനിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും അതിനകത്ത് അധ്യക്ഷത വഹിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഡെപ്തിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ അങ്ങനെ കയറി പോകാനായിട്ട് സാധിക്കും. പിന്നെ ക്വാറം, സംയുക്ത സമ്മേളനത്തിന് ക്വാറം എന്തോരം വേണ്ടത്? സഭയിലെ ആകെ എണ്ണത്തിന്റെ 1/10 ആണ് വേണ്ടത്. അത് നമ്മൾ ഓർത്തിരിക്കാം. സംയുക്ത സമ്മേളനം ഭരണഘടനാ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 108, വെരി വെരി ഇമ്പോർട്ടന്റ്. ആർട്ടിക്കിൾ ഏതാണ്? 108 ആണ്. പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം നടത്താൻ വ്യവസ്ഥ ചെയ്യുന്നു. അതനുസരിച്ച് ഇനി പറയുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു ബിൽ ഒരു സഭ പാസ്സാക്കി മറ്റേ സഭയിലേക്ക് അയച്ചതിനു ശേഷം, ഇപ്പൊ ലോക്സഭ പാസ്സാക്കിയിട്ട് രാജ്യസഭയിലേക്ക് അയച്ചു, മറ്റേ സഭ ഈ ബില്ല് നിരസിക്കുന്നു, അവർ ആ ബില്ല് റിജക്ട് ചെയ്തു, ഞങ്ങൾക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് അവരത് റിജക്ട് ചെയ്തു. അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ജോയിന്റ് സെഷൻ വിളിക്കാം. അതാണ് ഇപ്പൊ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വന്നത്. ബില്ലിൽ വരുത്തിയ ഭേദഗതികൾ സഭകൾ യോജിക്കുന്നില്ല, അവരിപ്പോ കുറച്ച് അമെന്റ്മെന്റ്സ് ഒക്കെ വരുത്തി, അവരാരും യോജിക്കുന്നില്ലെങ്കിൽ ജോയിന്റ് സെഷൻ വിളിക്കാനായിട്ട് പറ്റും. 6 മാസത്തിലധികം കഴിഞ്ഞിട്ടും ബില്ല് മറ്റേ സഭയിൽ സ്വീകരിക്കപ്പെട്ടിട്ടും പാസ്സാക്കുന്നില്ല. 6 മാസം ബില്ല് അയച്ചിട്ട് 6 മാസമായി, എന്നിട്ട് അവർ പാസ്സാക്കുന്നില്ല, അപ്പോൾ നമുക്ക് ജോയിന്റ് സെഷൻ വിളിക്കാനായിട്ട് സാധിക്കും. ലോക്സഭ പിരിച്ചുവിട്ടതിനാൽ ബിൽ കാലാവധി കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് സംയുക്ത സമ്മേളനം വിളിക്കാം. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ലോക്സഭ പിരിച്ചു വിട്ടതിനാൽ ബില്ലിന്റെ കാലാവധി കഴിഞ്ഞില്ലെങ്കിൽ, ബില്ലിനൊരു കാലാവധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞില്ലെങ്കിലും രാഷ്ട്രപതിക്ക് വിളിക്കാനായിട്ട് പറ്റും. മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന 6 മാസത്തെ കാലയളവ് എന്ന് പറയുന്നത് തുടർച്ചയായി 4 ദിവസത്തിൽ കൂടുതൽ സഭ നിർത്തിവെക്കുകയോ ചെയ്യുമ്പോൾ ആ ദിവസം കണക്കിലെടുക്കുന്നില്ല. ഓക്കെ, അതായത് തുടർച്ചയായി 4 ദിവസത്തിൽ കൂടുതൽ സഭ എന്തെങ്കിലും കാര്യം കൊണ്ടൊക്കെ നിർത്തിവെച്ചാൽ അത് അതിനകത്ത് 6 മാസത്തിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പൊ അത് ഓർത്തിരിക്കട്ടോ. ജോയിന്റ് സെഷൻ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കുന്നതാണ്. ഡെപ്തിൽ തന്നെ പഠിക്കുക. ആർട്ടിക്കിൾ 108 ആണ് ജോയിന്റ് സെഷൻ ആയിട്ട് വരുന്നത്. വിളിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അധ്യക്ഷത വഹിക്കുന്നത് ഒന്നെങ്കിൽ ലോക്സഭയുടെ സ്പീക്കർ, അല്ലെങ്കിൽ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ, അല്ലെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. ഓക്കെ, അടുത്തത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 45th അമെൻഡ്മെന്റ് ബില്ല് പാസ്ഡ് ബൈ പാർലമെന്റ്. 45ാമത്തെ അമെൻഡ്മെന്റ് ബില്ലാണ്. അത് എന്ത് ബില്ലായിരുന്നു? അത്
extended reservation of seats for scheduled caste and scheduled tribes in parliament and state assemblies. അതായത് പാർലമെന്റിലും സ്റ്റേറ്റ് അസംബ്ലീസ് സംസ്ഥാന നിയമസഭകളിലും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടിയുള്ള റിസർവേഷൻ അവരുടെ സീറ്റ് അവർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. അത് എത്ര കാലം വരെ എക്സ്റ്റെൻഡ് ചെയ്തു, ഏത് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം ഇത് 1979 1980 ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ഇതാണ്. അടുത്ത ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷൻ ഇസ് അപ്പോയിന്റഡ് ആഫ്റ്റർ എവരി, നമുക്കറിയാം ഓരോ 5 വർഷം കഴിയുമ്പോഴും ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യും. ഫിനാൻസ് കമ്മീഷൻ PSC ചോദിക്കാറുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 280 പ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ. ചോദിച്ചിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 280 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 280 ആണ്. 1951 തന്നെ ഒരു ധനകാര്യ കമ്മീഷന് രൂപം നൽകുകയുണ്ടായി. 1951 ആക്ട് ഫിനാൻസ് കമ്മീഷൻ ആക്ട് 1951 അത് പ്രകാരം 1951 തന്നെ നമ്മൾ ഫിനാൻസ് കമ്മീഷൻ ഫോം ചെയ്തു. കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ വിശകലനം ചെയ്യുകയും ധനകാര്യ ഇടപാടുകൾക്ക് മേൽനോട്ടം വഹിക്കുകയുമാണ് പ്രധാന കർത്തവ്യം. സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള കാര്യങ്ങൾ. 5 വർഷമാണ് കാലാവധി. അതാണ് ഇപ്പൊ ചോദിച്ചത്. ഒരു ചെയർമാന് 4 അംഗങ്ങൾ, ടോട്ടൽ 5 പേരാണ് അംഗസംഖ്യ വരുന്നത്. ഒരു ചെയർമാനും ഉണ്ടാകും, 4 അംഗങ്ങൾ ഉണ്ടാകും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഒരു സിവിൽ കോടതിയുടെ എല്ലാ അവകാശ അധികാരങ്ങളും ധനകാര്യ കമ്മീഷന് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ധനകാര്യ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ഡോക്ടർ അരവിന്ദ് പനഗരിയ ഒരുപാട് എക്സാമിന് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്. ഫിനാൻസ് കമ്മീഷൻ ചോദിക്കുന്നതാണ്, ജോയിന്റ് സെഷൻ ചോദിക്കുന്നതാണ്, ആരാണ് വിളിച്ചു ചേർക്കുന്നത്, ആർട്ടിക്കിൾ ഏതാണ്, കുറച്ച് ഡെപ്തിലൊക്കെ ചോദിച്ചാൽ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് വിളിച്ചു ചോദിക്കുന്നത്, പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇപ്പോൾ ഇല്ലാത്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. പിന്നെ പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ ഡിസ്പ്യൂട്ടിൽ ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന പല ക്വസ്റ്റ്യൻസും നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.